ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എയ്തർ റൂബിൻ്റെ പേരാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു പുതിയ മോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എന്നെ മനസ്സിലാക്കില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ലെറ്റ്സ് പ്ലേ ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എയ്തർ റൂബിൻ്റെ പേരാണ്. ഇനി ഫസ്റ്റ് തന്നെ ഷീപ്പിനെ കൊല്ലല്ല, എനിക്ക് മരാണ് ഫസ്റ്റ്. ഇനി ക്രാഫ്റ്റിൻ്റെ ബെഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ബെഡ് ഉണ്ടാക്കണം. അയൺ ആർമറാണോ ഇന്നത്തെ ഗോള്? അയൺ ആർമറാണോ മാത്രമേ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. വില്ലേജ് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. റേഞ്ച് പോയാ ഞാൻ ഉണ്ടാക്കണോ? നമുക്ക് ആദ്യം കുറച്ച് സ്റ്റോൺ വൈൻഡ് ചെയ്യാം. എനിക്ക് വേണമെന്ന് ഇനി വൈൻഡ് ചെയ്തോട്ടാ. ഞാൻ ഉണ്ടാക്കി തരാം. രണ്ട് പിക്കാക്സ് മതി, നീ മൈൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടർ ബേസിക് ടൂൾസൊക്കെ നമ്മൾ ബേസിക് ടൂൾസ് സ്റ്റോണിൻ്റെ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും എയ്തരയ്ക്കും കൂടി ടൂൾസ് ആക്കാം. എന്തായാലും വരുമ്പോൾ ലേറ്റ് ആയില്ലേ. അപ്പോൾ ഒരു സോഡും ഒരു പിക്കാക്സും ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഷവലും ആണെങ്കിൽ അപ്പോൾ ഷവലും കൂടി ആക്കി കൊടുത്ത്. അപ്പോൾ നമ്മളെ എയ്തർ റൂബി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഷീപ്പും കൂടി. അതാണ് രാത്രി പറഞ്ഞിട്ടില്ല. ഞാനിതാ വീണ്ടും വേൾഡിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയൊരു ബഗ് വന്നു. ഞാൻ വേൾഡിൽ നിന്ന് ബാക്കായി. അതിൻ്റെ ഷവലും തരാം. എൻ്റെ അടുത്ത് 3 വൂളുണ്ട്. എൻ്റെ അടുത്ത് ഒന്നില്ല. കാണുന്ന ഷീപ്പല്ലേ അതോ ഒരു ഷീപ്പ് താ. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇനി അതിനെ കൊല്ല പിങ്കള് വിട്ടില്ല. എടോ, ഞാൻ ഒരു ആക്സിനെ കൊണ്ട് അടിച്ച് മറ്റേ സോഡിനെ കൊണ്ടില്ല സ്വിച്ച് ചെയ്തൊരു ഒറ്റ അടിക്കകത്ത്. ഇത് ഇല്ല, എൻ്റെ അടുത്തില്ല. അതാണ് ഇനി ചേരാണ്ട് സോമ്പി കയറി. പൗസ് ചെയ്ത് പോയി. പൗസില്ല. ഞാൻ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ആക്കാം. അപ്പോൾ ഞാൻ എപ്പോൾ പോസ് ചെയ്തെന്ന് ഓർമ്മയില്ല. ഞാനിപ്പോൾ ചെറിയൊരു ഷെൽട്ടർ ഉണ്ടാക്കി. അപ്പോൾ എയ്തർ റൂബി തിരിച്ചു വന്ന് അപ്പോൾ ഓന് ഒരു വില്ലേജ് കണ്ടുപിടിച്ച് എന്നിട്ട് പോയി ചത്ത് ഇപ്പോൾ പിന്നെയും അങ്ങോട്ടേക്ക് പോയി കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആർമർ ആവേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ആക്കാം. ഞാൻ കേവ് ഉണ്ടാക്കണം മൈനിങ്ങിൽ. എന്നാ കടന്നിട്ട് പോവാം. ഞാൻ റീസ്പോൺ വേണ്ടി സെൻഡ് ചെയ്തില്ല. അതന്നെ അതുകൊണ്ടല്ല ഞാൻ ഇവിടെ ആക്കിയേ. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഓർക്കും. അപ്പം നമുക്ക് ഫുഡ് ഇനി ആർമർ ആക്കിയിട്ട് പോവാം. നമുക്ക് അതിൻ്റെ അടുത്ത് ആർമർ ഗൈസ്. എയ്തർ റൂബി ഇപ്പോൾ 3ാമത്തെ റൗണ്ടാണ് വില്ലേജിൻ്റെ അങ്ങോട്ടേക്ക് അടിക്കുന്നത്. വില്ലേജ് കണ്ടു സന്തോഷത്തിൽ പോയിട്ട് ഒരു കേവിലാണ് ഞാൻ 2 വട്ടം വീണ് ചത്ത്. ഒരിക്കൽ വീണ് ചത്ത്, രണ്ടാമത് ഞാൻ സൂക്ഷിച്ചു പോയി ഷിഫ്റ്റ് അങ്ങ് പോയി. അപ്പോൾ അവിടെ വീണ്ടും വീട് അല്ല വീട് എന്ന് പറയുന്നത് അവിടെ വീണ്. നമുക്ക് ഇപ്രാവശ്യം ഒരു 5 ഡോർട്ട് എടുത്തിട്ട് പോകാം. അപ്പം നമുക്ക് ക്ലച്ച് ചെയ്ത് പോവാം. അര ഹേർട്ടിൽ ഞാൻ അവിടെ എത്തിയതാണ്. അടിയത്തെ ബ്ലോക്ക് ഇട്ടിട്ട് അപ്പോൾ അവിടെ അടിയിൽ വേറൊരു ബ്ലോക്ക് ഇല്ലായിരുന്നു. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം. വില്ലേജ് എവിടെയാണ് വില്ലേജ് എവിടെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇനി ഞങ്ങൾക്ക് അവിടെ ഒന്നുകൂടി പോയാൽ മതി. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ഓക്കെ, നമ്മൾ 0 ഡാമേജിൽ ഇതാ കുറച്ച് എത്തി. ഓക്കെ അര ഹേർട്ടിൽ ഞാനിവിടെ എത്തി. അല്ല അര ഹേർട്ട് കുറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഞാനിവിടെ എത്തി.
ഇവിടെ കുറച്ച് കോപ്പർ ഉണ്ട് അതും കൂടി ഒരു അയണ്. ആ ഷീൽഡ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇവിടെ ഞാൻ ഫുൾ സെറ്റ് കോപ്പർ ആർമർ ആയിട്ടാ. ഹായ് ഓക്കെ അവൻ ഫുൾ സെറ്റ് കോപ്പർ ആർമർ നമുക്കും ആവണം. ഞാൻ തിളങ്ങലുണ്ടാ. അപ്പൊ നമുക്ക് ഇനി ഏത് റൂമിൽ പേടിക്കണ്ട, അടിച്ചങ്ങിടാം. എറിഞ്ഞ് നല്ല ദൂരം ഇടാൻ അടുത്ത്. ഞാനാ പക്ഷെ വില്ലേജ് പോയി എത്തുന്നുണ്ടോ? അങ്ങനെയില്ല, ഇത് മറ്റേ സാധനം കാണിക്കുന്നില്ല. ഓക്കെ നമുക്ക് കുറച്ച് ആർമറാവേണ്ട കോപ്പർ കിട്ടി. എൻ്റെ അടുത്ത് ടൂൾസ് ആവേണ്ട കോപ്പർ ഏകദേശം കിട്ടി. കിട്ടി ഇപ്പം കിട്ടി. നമുക്കുള്ള കോബിൾ സ്റ്റോൺ വെച്ച് മുകളിലോട്ട് വെച്ച് പോവാം. അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടേ വരണോ? വന്നോ കേവലിക്കിനൂടെ. അവിടെ ഇത് റിവറാണ്. റിവറാ? എന്നാ കുറെ അയണുണ്ടോ? ഞാനിപ്പോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഇനി കൂടെ ഞാൻ വില്ലേജ് പോട്ടെ. കോർഡിനേറ്റ്സ് ഞാൻ ഇത് നോക്കിട്ട് വാ. അത് ഇനി ഇരുന്നിട്ടില്ല കാണിക്കുന്നില്ല. ചുറ്റും മണി ആടെ ഞാൻ കുറേ നേരം നോക്കി കാണുന്നില്ല. പിന്നെ ഞാൻ ഒന്ന് 360 അടിച്ചേരാ കണ്ടേ. മുകളിലോട്ട് വെച്ച് പോവാണ്. നമ്മളങ്ങനെ ഏറ്റവും മുകളിലെത്തി. ഇതാ താഴെ ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ. അവിടെ മുകളിൽ കയറിയത് അതിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് അയൺ കാണുന്നുണ്ട്. നമുക്ക് അതും കൂടി പോയി ഒന്ന് കളക്ട് ചെയ്യാം. വില്ലേജിൻ്റെ അവിടെയായിട്ട് കുറച്ച് അയൺ. നീ സൂം ചെയ്ത് നോക്കാം അയാടെ അയണുണ്ടോ. ഇവിടെ റൂം ചെയ്യുന്ന ആവശ്യമില്ല. തുള്ളിക്കോ ഇവിടെ വീണ്ടും കുറച്ച് അയൺ കിട്ടി. ഞാൻ കുറെ കോൾ കാണുന്നുണ്ട് ഇവിടെ. അതെല്ലാം 10 മിനിറ്റ് കഴിഞ്ഞില്ലേ? നമുക്ക് വീഡിയോ കൂടെ ചോദിച്ചാലോ? നമുക്ക് ഈ ഒരു വില്ലേജും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മളെ ഈ ഒരു വീഡിയോ നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ അയൺ കോളം സാറ് ഇവിടെ അയൺ കോളത്തിൽ കൊല്ലട്ടെ. ഓനെന്നെ കൊല്ലാൻ വരുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വീഡിയോ നിർത്താൻ നോക്കാം. 4 ബ്ലോക്ക് ഹൈറ്റ് അടിച്ച് പറപ്പിച്ചു. അതാണ് ഏതെങ്കിലും വില്ലേജ് പോയിട്ട് റീഫണ്ട് പറ്റാൻ സെറ്റ് ചെയ്യും. ഞാൻ കൊല്ല. ഞാൻ 3 ബ്ലോക്കല്ലേ വെക്കണ്ടേ? ഇവിടെ ലാഭം ചെയ്തോ. ഇവനെ ഇന്ന് ഞാൻ ഷേപ്പാക്കി കൊടുക്കാം. അവിടെ ഇവിടെ ലാവാ. ഈ ലാഭം കൂടെ ഉണ്ടിനാ? ഇല്ല, അത് വില്ലേജിന്റെ സൈഡിൽ അതെന്തായാലും നല്ലതല്ല. അപ്പൊ നെതർ പോർട്ടിലാക്കാണ്ട ലാഭം. പിന്നെ ജസ്റ്റ് ഞാൻ അവിടെ ബ്ലോക്ക് വെക്കാൻ നോക്കി. പക്ഷെ അവിടെ ബ്ലോക്ക് പ്ലേസ് ആയിട്ടില്ല. അങ്ങനെ ഈ ഷീപ്പുള്ളി ഇങ്ങനെ കാണുന്നൊക്കെ ഇഷ്ടമല്ല. ഷീപ്പ് എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. നമുക്കൊന്നുകൂടി അങ്ങോട്ട് പോകണം. ഏതൊരു രൂപേനെ ഇവിടെ വില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ട് നമ്മുടെ ഏരിയത്ത്. വില്ലേജ് അറിയും കാണുന്നില്ല. ഞാൻ നേരത്തെ റിവർ ഇതടിയാ പൊട്ട പോണാടി നല്ല റിവർ. ഞാൻ എല്ലാടി നോക്കി. വല്ലാണ്ട് വിശക്കുന്നു. ഐറ്റംസൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ഇനി നിന്ന ഓക്കെ. പിന്നെ നമുക്ക് വേഗം നമ്മളെ ബേസിലേക്ക് പോകണം. ഞാൻ ബേസിൽ തന്നെ ഉള്ളേ. ഞാൻ പോണോന്ന് പറഞ്ഞു. അപ്പൊ ഇനി എൻ്റെ ഇത് നോക്കിട്ടല്ലോ പോവാം. ഞാൻ കോർഡിനേറ്റ് ചെയ്ത ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ചാറ്റിൽ. ഇതൊക്കെ മനസ്സിലായി. ഈ വഴിയൊക്കെ കാണുന്നു. അപ്പോൾ ഗായ്സ് നമ്മളെ ലൂട്ട് നമ്മൾ പിന്നെയും വന്ന് എടുത്തിട്ടുണ്ട്. എന്തെല്ലാം അങ്ങ് തീർച്ചയായിട്ടുണ്ട്. ഇനി വില്ലേജിൽ പോകണ്ട. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വേറൊരു വില്ലേജ് കണ്ടുപിടിക്കണം എന്തായാലും. എന്തായാലും നമുക്ക് ഒരു വേറെ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റും. ഇവിടെ കേവിൽ അത്യാവശ്യം നല്ല സാധനം. ഇത് വലിയ കേവാണ്. റിവറിന് ഒരു കേവിലേക്ക് കണക്ട് ഞാൻ പറഞ്ഞ റിവറിന് ഒരു കേവ് ഉണ്ട്. ഞാൻ പ്ലാങ്ക് വെച്ചു. ഞാൻ പ്ലാങ്കിന്റെ എടുത്തിനാ എവിടെയാ ഞാൻ പ്ലാങ്ക് വെച്ചു. ബ്ലോക്കൊന്നുമില്ലായിട്ട്. കണ്ട് അത് ഞാൻ പൊട്ടിക്കുന്നില്ല. പൊട്ടിച്ചോ? എന്തിനാ ആ സമയം ഉണ്ടാക്കും മരം മൈൻഡിലൂടെ കണ്ടിട്ടൊന്നുമില്ല. അതാണ് ഞാൻ കുയിലൂണ്. ഇതെവിടെ നമ്മളെ വീട്? നമ്മളെ വീട് പിടിച്ചു. നമ്മളെ വീട് താടെ കടന്നു പറഞ്ഞു. വേഗം നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് നമ്മളെ അടുത്തുള്ള വുഡ് വെച്ചിട്ട് ഒരു ചെസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട്
നമ്മളെ നാളെ ഫാമാക്കേണ്ട എല്ലാ സാധനവും നമുക്ക് ഇവിടെ വെക്കാം. അതുകൊണ്ട് ഓ നമ്മളൊരു ഷീൽഡായി. നമുക്ക് കുറച്ച് ബ്ലോക്ക് വേണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് ബ്ലോക്ക് ഒപ്പിക്കണം മുന്നിൽ ഈ സാധനം ഉണ്ടാവാറ് നമ്മൾക്ക് 14 കോപ്പർ നമുക്ക് ഇപ്പോൾ ഉള്ള കോപ്പർ വെച്ചിട്ട് അപ്പോൾ ഇത് എടുത്താൽ നമുക്ക് ഉണ്ടാക്കാം. ഈ ടെക്നിക്ക് നിങ്ങൾ നമ്മളെ ഞാൻ സെറ്റിങ്സ് എടുത്തേനു പക്ഷെ ബാക്ക് അടിക്കാൻ പറ്റുന്നേ ഇല്ല. ഓക്കെ അങ്ങനെ ഓൺ ദ സാധനം റിവറിന് ഞാൻ ഇല്ല ഓപ്പൺ സ്പേസ് നോക്കി ഞാൻ പറഞ്ഞ രാവിലെ ബാതിൽ കൂട്ടാണ് എൻ്റെ കീബോർഡ് സ്റ്റക്കായി ക്രീപ്പർ റൊട്ടി അതില്ല എടാ ഇങ്ങനത്തെ സ്ഥലമെല്ലാം പായാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.